ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 67 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചൊല്ലാനുള്ളത് 68ാമത്തെ ദശകമാണ്. 68ാമത്തെ ദശകം ഗോപികളുടെ പരമാഹ്ലാദമാണ്. നമ്മൾ കഴിഞ്ഞ ദശകത്തില് അവസാനം പറഞ്ഞു അല്ലെ, ഗോപികള് ഭഗവാനെ അഹങ്കാരം വന്നപ്പോ ഭഗവാൻ അവരിൽ നിന്നും മറഞ്ഞു. പിന്നെ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മന്ദഹസിച്ചുകൊണ്ട് നിന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആഹ്ലാദം ഉണ്ടാവും അല്ലെ. അത്ര നേരം എല്ലാവരെയും അലഞ്ഞു തിരിഞ്ഞ് അന്വേഷിച്ച് ഭഗവാനെ കാണാതിരിക്കുകയാണ്. അപ്പോ ഗോപികളുടെ പരമാഹ്ലാദമാണ് 68ാമത്തെ ദശകത്തിലുള്ളത്. ഈ ദശകത്തിലാകെ 10 ശ്ലോകങ്ങളാണുള്ളത്. എല്ലാ ശ്ലോകങ്ങളും സമ്മത എന്ന വൃത്തത്തിലുമാണുള്ളത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തവ വിലോകനാത് ഗോപികാ ജന പ്രമദ സങ്കുല പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുത ഇവ സ്തിമിതതാം ദതുസ്ത്വത്പുരോഗതാ തവ വിലോകനാത് ഗോപികാ ജന പ്രമദ സങ്കുല പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുത ഇവ സ്തിമിതതാം ദതുസ്ത്വത്പുരോഗതാ. ഈ ദശകത്തിലെ ശ്ലോകം ചൊല്ലുമ്പോ ഇത് വേറൊരു രീതിയിലും കൂടെ ചൊല്ലും. ഗോപികളുടെ പരമാഹ്ലാദാണല്ലോ. ഭഗവാനെ കണ്ടിട്ട് അവര് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതൊക്കെയാണ് അവരുടെ ആഹ്ലാദം. അവര് പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത്. അതാണ് 68ാമത്തെ ദശകത്തിന്റെ പ്രമേയം. ഈണത്തില് ഇടയില് കൃഷ്ണ എന്നുള്ള വാക്ക് ചേർത്തിട്ട് ചൊല്ലും. അപ്പൊ അത് ജസ്റ്റ് ഞാൻ ആദ്യത്തെ ഒരു 1-2 ശ്ലോകം ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ചൊല്ലിത്തരാം കേട്ടോ. തവ വിലോകനാത് കൃഷ്ണ ഗോപികാ ജന പ്രമദ സങ്കുല കൃഷ്ണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുത ഇവ സ്തിമിതതാം ദതുസ് കൃഷ്ണ ത്വത്പുരോഗതാ തദനു കാചന കൃഷ്ണ ത്വത്തരാംബുജം സപതി ഗൃഹ്ണതി കൃഷ്ണ നിർവിശങ്കിതാ ഘനപയോദരേ കൃഷ്ണ സന്നിധായ സാ പുളക സംവൃതാ കൃഷ്ണ തസ്തുഷീചിരം. ഇങ്ങനെ ചൊല്ലാറുണ്ട് കൃഷ്ണ എന്നുള്ളത് ഇടയിൽ ചേർത്തിട്ട്. അപ്പൊ അത് നല്ല രസമാണ് അങ്ങനെ ചൊല്ലുമ്പോൾ. അപ്പൊ അത് ഞാൻ ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം. 68ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് താമരക്കണ്ണ. ഭട്ടതിരിപ്പാട് ഭഗവാനെ താമരക്കണ്ണ എന്നാ വിളിക്കുന്നത് കേട്ടോ. ആദ്യത്തെ ശ്ലോകത്തില് താമരക്കണ്ണ ഭഗവാന്റെ ദർശനം ആ ഗോപസ്ത്രീകൾക്ക് ഉണ്ടായപ്പോൾ അവർക്ക് അതിയായിട്ടുള്ള ആനന്ദം ഉണ്ടായി. ആ ആനന്ദത്തില് അവര് ഭട്ടതിരിപ്പാട് പറയാണ്, അമൃതിന്റെ പ്രവാഹത്തില് സ്നാനം ചെയ്തതുപോലെ, അതായത് അമൃതില് സ്നാനം ചെയ്തതുപോലെയുള്ള ഒരു നിശ്ചലാവസ്ഥയെ അവര് കൈക്കൊണ്ടു. അപ്പൊ ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷത്തെ അവർക്ക് സന്തോഷം അവർക്ക് ലഭിച്ചു. കാരണം എന്താണ്? ഭഗവാനെ അന്വേഷിച്ചിട്ട് ഇനി കണ്ടെത്തില്ല എന്ന് തന്നെ അവർ ഏകദേശം ഉറപ്പിച്ചിരുന്നു. അപ്പോ ഇനി കിട്ടില്ല എന്ന് കരുതി ഒന്ന് കയ്യിലേക്ക് കിട്ടിയ സന്തോഷമായിരുന്നു അവർക്ക്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ലൗകികമായിട്ടുള്ളതല്ല, അലൗകികമായിട്ടുള്ളത് തന്നെയാണ് അല്ലെ. ലൗകികമായിട്ടുള്ള ഒന്ന് എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും ആണ് അവർക്ക് കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവേണ്ടത്. എന്നാൽ ഭഗവത് ദർശനം കൊണ്ട് സന്തോഷം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അലൗകികമായിട്ടുള്ള കാര്യമാണ്. അതും പറഞ്ഞറിയിക്കാത്തത്ര, അതിർത്തികളില്ലാത്തത്ര, അതിരുകളില്ലാത്തത്ര സന്തോഷം ആ ഗോപസ്ത്രീകൾക്ക് ഉണ്ടായി. അപ്പോൾ അമൃതിന്റെ പ്രവാഹത്തില് സ്നാനം ചെയ്തതുപോലെ അവര് നിശ്ചലരായിട്ട് നിന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. താമരക്കണ്ണ ഭഗവാന്റെ ദർശനം അവർക്ക് ലഭിച്ചപ്പോൾ അവർ അതിയായിട്ട് ആനന്ദിക്കുന്നവരായി തീർന്നു.
അവർക്ക് അമൃതിന്റെ പ്രവാഹത്തിൽ സ്നാനം ചെയ്തതുപോലെ നിശ്ചലാവസ്ഥയുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. തദനു കാചന ത്വത്കരാംബുജം സപതി ഗൃഹ്ണതി നിർവിശങ്കിത ഘനപയോദരേ സന്നിധായ സ പുളകസംവൃതാതസ്തുഷീചിരം തദനു കാചന ത്വത്കരാംബുജം സപതി ഗൃഹ്ണതി നിർവിശങ്കിത ഘനപയോദരേ സന്നിധായ സ പുളകസംവൃതാതസ്തുഷീചിരം. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതിലൊരു ഗോപസ്ത്രീ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുത്തെത്തി. ഭഗവാന്റെ കൈ താമരയെ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്. അതായത് ഭഗവാന്റെ കൈയെ താമരപ്പൂ പോലെ മൃദുലമാണ്. അപ്പോ ആ കൈയാകുന്ന താമരയെ ഒരു സന്ദേഹമോ ഒരു സംശയമോ ലജ്ജയോ കൂടാതെ ഒരു സങ്കോചവും കൂടാതെ ഭഗവാന്റെ ആ കൈ എടുത്തിട്ട് അവളുടെ മാറിൽ വെച്ചു. എന്നിട്ട് രോമാഞ്ചമണിഞ്ഞവളായി, രോമാഞ്ചം കൊണ്ട് മൂടിയവളായി അങ്ങനെ വളരെ നേരം നിന്നു. എത്ര നേരം നിന്നു എന്ന് പറയാൻ സാധിക്കില്ല. കുറേ സമയം ഭഗവാന്റെ കൈ അങ്ങനെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് അവള് കുറേ സമയം നിന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അപ്പോൾ ഈ ദശകത്തിൽ മുഴുവനും ഗോപസ്ത്രീകള് തങ്ങളുടെ സ്നേഹം ഭഗവാനോട് പ്രകടിപ്പിക്കുകയാണ്. കുറെ നേരം കാണാതെ ഇരുന്നപ്പോൾ അവർക്കുണ്ടായ വിരഹം മുഴുവനും ഭഗവാനെ കണ്ടപ്പോൾ അവര് തീർത്തത് ഇങ്ങനെയുള്ള പല ചേഷ്ടകളിലൂടെയാണ് ട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അതിലൊരു ഗോപസ്ത്രീ ഭഗവാന്റെ അടുക്കൽ ചെന്ന് ഭഗവാന്റെ കയ്യാകുന്ന താമരയെ എടുത്ത് തന്റെ മാറിൽ വെച്ച് രോമാഞ്ചം കൊണ്ട് മൂടിയവളായി വളരെ അധിക നേരം അങ്ങനെ തന്നെ നിന്നുപോയി എന്നാണ് പറയുന്നത്. ഇതിന് മുമ്പത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട് അല്ലെ, അമൃതം കൊണ്ട് സ്നാനം ചെയ്തതുപോലെ അവര് നിശ്ചലരായിട്ട് നിന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഭഗവാന്റെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചിട്ട് ആ ഗോപസ്ത്രീയും വളരെ നേരം അങ്ങനെ തന്നെ നിന്നു, നിശ്ചലയായിട്ട് നിന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. തവ വിഭോ പരാകോമളം ഭുജം നിജകളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാദിഹർഷുല. തവ വിഭോ പരാകോമളം ഭുജം നിജകളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാദിഹർഷുല. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതില് ഒരു ഗോപസ്ത്രീ ഭഗവാന്റെ അടുത്ത് വന്നു. ഇതില് ഭട്ടതിരിപ്പാട് പ്രഭു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഭഗവാനെ വിളിക്കുന്നത് പ്രഭു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഗോപസ്ത്രീ ഭഗവാന്റെ അടുക്കൽ വന്നിട്ട് ഭഗവാന്റെ കൈ എടുത്തിട്ട് തന്റെ കഴുത്തിന് ചുറ്റും ഇങ്ങനെ ഇങ്ങനെ പിടിക്കില്ലേ, നമ്മള് ഇങ്ങനെ പിടിക്കില്ലേ, അതുപോലെ കഴുത്തിന് ചുറ്റും അങ്ങട് പിടിച്ചു. അത് വളരെ മുറുക്കിയാണ് പിടിക്കുന്നത്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയാണ്, പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്ന പ്രാണവായുവിനെ പിടിച്ചു നിർത്താൻ എന്നതുപോലെ ആ സ്ത്രീ ഭഗവാന്റെ കയ്യെ തന്റെ കഴുത്തിന് ചുറ്റും അങ്ങനെ മുറുക്കി പിടിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം എന്താന്നുള്ളതാണ് അറിയാമോ? ബാഹ്യമായിട്ടുള്ള ഒന്നല്ല, ഇതൊക്കെ ആന്തരികമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോ ഭഗവാന്റെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചു നിന്നു എന്ന് പറയുന്നു. ഭഗവാൻ അപ്പോൾ ആ ഗോപസ്ത്രീകളെ തന്നെ എന്തും ചെയ്തോട്ടെ എന്നുള്ള ഭാവത്തില് അവർക്ക് പൂർണ്ണമായിട്ടും വിധേയനായിട്ട് ഭഗവാനും നിന്നുകൊടുത്തു. ഇത് ഉത്തമ ഭക്തിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. തന്റെ ഭക്തർക്ക്, ഇപ്പൊ നമ്മൾ നമ്മുടെ ഭഗവാനെ മനസ്സിൽ സങ്കല്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് അല്ലെ. ഇപ്പൊ ഗുരുവായൂരുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ്. പക്ഷെ അവിടെ ഉള്ളവരിൽ അധികവും അവിടെ എത്തുന്ന ഭക്തരിൽ അധികവും ഭൂരിഭാഗവും ഭഗവാനെ ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണുന്നത്. ചിലവർക്ക് ഭഗവാൻ തന്റെ സുഹൃത്താണ്, ചിലര് ഈ ഗോപസ്ത്രീകളെ പോലെ തന്നെ കാമുകന്റെ ഭാവത്തില് ഭഗവാനെ കാണും. അപ്പൊ പലർക്കും പലതാണ് കൃഷ്ണൻ. അപ്പോ ആ രൂപത്തിലൊക്കെ ഭഗവാനെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
ആ രൂപത്തിലൊക്കെ നമുക്ക് ഭഗവാനെ നമ്മുടെ മനസ്സിൽ ഏത് രൂപത്തിലാണോ കാണുന്നത്, ആ രൂപത്തിലൊക്കെ നമുക്ക് ഭഗവാനെ സ്നേഹിക്കാൻ സാധിക്കും. അതിനൊക്കെ വിധേയനായിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഉത്തമ ഭക്തിയില് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ ശാരീരികമായിട്ട് അകന്നത് മാത്രമല്ല, അവർക്ക് മാനസികമായിട്ട് ഭഗവാനിൽ നിന്നും അകന്നു പോയതിന്റെ വിഷമവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ മറഞ്ഞുപോയി എന്ന് പറയുന്നത്. അഹങ്കാരം ഒരിക്കലും ശരീരത്തിലല്ലല്ലോ വരുന്നത്. അഹങ്കാരം വരുന്നത് മനസ്സിലാണ്. അപ്പൊ മനസ്സിൽ അഹങ്കാരം വന്നപ്പോൾ ആ മനസ്സിൽ നിന്നും ഭഗവാൻ ഇറങ്ങിപ്പോയി. ആ അഹങ്കാരമൊക്കെ വെടിഞ്ഞ് ഭഗവാനെ അന്വേഷിച്ച് തളർന്നപ്പോൾ ഭഗവാൻ വീണ്ടും അവർക്ക് മുന്നിലെത്തി. അപ്പോൾ അവർക്ക് അവരുടെ ഉള്ളില് ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഉള്ളില് ഭഗവാൻ വന്നപ്പോൾ അവരെ കാണിക്കുന്ന ചേഷ്ടകളാണ് ഇത് അത്രയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം ചൊല്ലാം. അപഗതത്രപാകാപി കാമിനി തവ മുഖാംബുജാത് പൂഘചർവിതം പ്രതിഗൃഹയ്യ തദ്വക്ത്രപങ്കജേ നിദധതി ഗദാ പൂർണ്ണകാമതാം. അപഗതത്രപാകാപി കാമിനി തവ മുഖാംബുജാത് പൂഘചർവിതം പ്രതിഗൃഹയ്യ തദ്വക്ത്രപങ്കജേ നിദധതി ഗദാ പൂർണ്ണകാമതാം. 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അതിൽ ലജ്ജ പോയവളായിട്ടുള്ള ഒരു ഗോപസ്ത്രീ എന്ന് പറയുന്നുണ്ട്. കാപി കാമിനി എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തില് ലജ്ജ പോയ ഒരു ഗോപസ്ത്രീ, അതായത് ഭഗവാനോട് അത്രയേറെ കാമം, ആഗ്രഹം, ഭഗവാനോടുള്ള ഇഷ്ടം ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു ഗോപസ്ത്രീ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഭഗവാന്റെ അടുക്കൽ വന്ന് ഭഗവാൻ താമ്പൂലം ചവയ്ക്കുന്നുണ്ടായിരുന്നു. വെറ്റില, പാക്ക്, ചുണ്ണാമ്പ് ചേർന്നിട്ടുള്ളത്. ആ താമ്പൂലം ചവയ്ക്കുന്നുണ്ടായിരുന്നു. അത് തന്റെ വായ് കൊണ്ട് തന്നെ എടുത്ത് അവളുടെ വായിലാക്കി പരിപൂർണമായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടായവളെ പോലെ ആശ്വാസം കൊണ്ടു. അതായത് അവൾക്ക് പരിപൂർണമായിട്ടുള്ള തൃപ്തിയായി ഭഗവാന്റെ വായിൽ നിന്നും. ഭഗവാന് നേദിച്ചത് എന്തും നമുക്ക് പ്രസാദാണല്ലേ. അപ്പൊ അതുപോലെ ഇതിനെ കാണാം. ആ ഭഗവാന്റെ വായിൽ നിന്നും, ഭഗവാൻ ചവച്ചുകൊണ്ടിരിക്കുന്ന താമ്പൂലം ഭഗവാന്റെ തന്നെ വായിൽ നിന്നും തന്റെ വായ കൊണ്ടെടുത്ത്, അതായത് ശരീരം കൊണ്ടുള്ള ദേഹാഭിമാനം എന്നുള്ള ഒരു അവസ്ഥ അവിടെ ഇല്ലാതെ ആവുകയാണ്. ആ ഗോപസ്ത്രീക്ക് ദേഹാഭിമാനം ഇല്ലാതെയായി. ഭഗവാനോടുള്ള അതിയായിട്ടുള്ള ഭക്തി, പ്രണയം എന്നിവ കൊണ്ട് അവള് വേറെ ഏതോ ഒരു മണ്ഡലത്തിലാണ്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഈ ഇത്രയും ഗോപസ്ത്രീകൾ ഉണ്ട്. അവരുടെ മുമ്പില് ലജ്ജ അങ്ങനെയുള്ള ഒരു വികാരം ഒന്നും തോന്നാതെ, നമ്മൾ ഇതില് 2-ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞു, ഒരു സ്ത്രീ സങ്കോചിക്കാതെ, അല്ലെ, ഒട്ടും സന്ദേഹമില്ലാതെ, ലജ്ജയൊന്നുമില്ലാതെ ഭഗവാന്റെ കൈയെടുത്ത് നെഞ്ചിൽ വെച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ഈ ഗോപസ്ത്രീക്കും വേറെ ഗോപസ്ത്രീകളുണ്ട്, വേറെ ഗോപവനിതകളുണ്ട്. അവരെ ഒന്നും കാണുന്നില്ല. ഭഗവാനെ മാത്രാണ് അവൾക്ക് കാണുന്നത്. ആ ഭഗവാനോട് അടുത്ത് വന്ന് ഒട്ടും ലജ്ജയില്ലാതെ തന്റെ ആഗ്രഹം പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും സാധിച്ച ഒരവസ്ഥ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് അതിന്റെ ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു, എന്തോ ആവട്ടെ, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന കാര്യങ്ങളോ, അത് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായിട്ട് അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതുപോലൊരു സംതൃപ്തി ആ ഗോപസ്ത്രീ അനുഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. തന്റെ ആഗ്രഹം പൂർണ്ണമായിട്ടും സാധിച്ച സംതൃപ്തി അവൾക്കുണ്ടായി എന്നുള്ളതാണ് 4-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ലജ്ജ പോയവളായ ഒരു ഗോപസ്ത്രീ ഭഗവാന്റെ അടുക്കൽ വന്ന് ഭഗവാൻ ചവച്ചുകൊണ്ടിരിക്കുന്ന താമ്പൂലം തന്റെ വായ കൊണ്ട് അവളുടെ വായയുടെ ഉള്ളിലാക്കി, എന്നിട്ട് പരിപൂർണമായിട്ടുള്ള ആഗ്രഹം സാധിച്ചതിലെ സംതൃപ്തി അവൾക്ക് ഉണ്ടായി എന്നാ പറയുന്നത്. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം ചൊല്ലാം. വികരുണോ വനേ സംവിഹായ മാമപഗതോസിക ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേഹയ സചലലോചനം വീക്ഷിതോ ഭവാൻ.
विकरुणो वने संविहाय मामभगतोऽसि कः त्वामिह स्पृशेत् इति सरोषया तावदेकया सचललोचनं വീക്ഷിതോ ഭവാൻ. അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഈ ആദ്യ 4 ശ്ലോകങ്ങളിലും ഭഗവാനോടുള്ള ആ പ്രണയം നിമിത്തം ഓരോ ഗോപസ്ത്രീകളും കാണിച്ച ചേഷ്ടകളാണ് പറഞ്ഞത്. അഞ്ചാമത്തെ ശ്ലോകത്തില് ഒരു ഗോപസ്ത്രീ തന്റെ പരിഭവമാണ് കാണിക്കുന്നത്. അല്ലെ, അത്ര സമയം ഏകാന്തമായിട്ട് എന്നെ കാട്ടില് തനിച്ചാക്കിയിട്ട് പോയില്ലേ, ആ ഏകാന്തമായിട്ടുള്ള കാട്ടില് എന്നെ തനിച്ചാക്കിയിട്ട് പോയില്ലേ, ഇനി ഏത് ഗോപവനിത വരും അടുത്ത് വരുന്നത്, അങ്ങേ സ്പർശിക്കേ പോലും ഇല്ല, ഞാൻ ഒന്ന് കാണട്ടെ എന്നുള്ള ഭാവത്തില് ആ ഗോപസ്ത്രീ അല്പം മാറി നിന്ന് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയാണ്. ആ പരിഭവത്തിലും സങ്കടമുണ്ട്. ആ സങ്കടം ദേഷ്യമായിട്ടും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ നോക്കി നിന്നു ആ ഗോപസ്ത്രീ, കണ്ണുനീരണിഞ്ഞിട്ടുള്ള ആ കണ്ണുകൾ കൊണ്ട് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുള്ള ഒരു ഭാവത്തില്. പരിഭവം എപ്പോഴും അങ്ങനെയാണ് അല്ലെ, തങ്ങൾക്ക് പ്രിയപ്പെട്ടവര് പോയി എന്ന് പറയുമ്പോ അവരോട് നമുക്ക് ദേഷ്യപ്പെടും, നമ്മള് എല്ലാം ചെയ്യും. പക്ഷെ ആ സ്നേഹം ഇല്ലാന്ന് വെക്കാൻ പറ്റുമോ? ഇല്ല. ആ സ്നേഹമുണ്ട്, ആ തനിച്ചാക്കിപ്പോയ ദേഷ്യമുണ്ട്, പരിഭവമുണ്ട്, അതെല്ലാം കൂടി കലർന്നിട്ടുള്ള ഒരു ഫീലിംഗ് ഇല്ലേ, അതാണ് ആ ഗോപസ്ത്രീക്ക് ഉണ്ടായത്. അപ്പൊ അങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ആ ദേഷ്യത്തിലും സങ്കടത്തിലും ഭഗവാൻ ഇങ്ങനെ ദൂരെ നിന്ന് തന്നെ ആ ഗോപസ്ത്രീ നോക്കി എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇതില് ഈ ഗോപസ്ത്രീകളുടെ ഒക്കെ പേര് പറയുന്നുണ്ട്. നാരായണീയത്തിൽ പറയുന്നില്ല, പക്ഷെ ആ 4 ഗോപസ്ത്രീകളുടെ പേര് പറയുന്നുണ്ട്. അതിൽ ഈ പരിഭവം കാണിക്കുന്ന ഗോപസ്ത്രീയുടെ പേര് രാധയാണ് കേട്ടോ. അപ്പോ രാധയാണ് പരിഭവം കാണിക്കുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ ഗുരുവായൂർ കളിച്ച ആ യാദവ കുലമുരളി എന്നുള്ള ഐറ്റത്തിന്റെ കാര്യം തന്നെയാണ്. അത് നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പൊ അതിലും ഇത് തന്നെയാണ്. ഭഗവാൻ ഇങ്ങനെ കുറെ നേരം രാധയുടെ കൂടെ കളിച്ചു, പിന്നെ അങ്ങോട്ട് മറിഞ്ഞുപോയി കാട്ടിലേക്ക്. പിന്നെ രാധ ഭഗവാനെ അന്വേഷിച്ച് നടക്കാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ഇതിൽ പറയുന്നില്ലേ, വള്ളികളോടും പൂക്കളോടും ഒക്കെ ചോദിച്ചു എന്ന് പറയുന്നില്ലേ, അവരോടൊക്കെ ചോദിക്കുന്നു. രാധ ചോദിക്കുന്നുണ്ട്, കണ്ടോ, എന്റെ കണ്ണനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ലാസ്റ്റ് കണ്ണൻ പുല്ലാങ്കുഴൽ ഊതിക്കൊണ്ട് കയറി വരുമ്പോഴോ പരിഭവമാണ്, അവിടെ ദേഷ്യമാണ് കാണിക്കുന്നത്. അപ്പൊ ഇത് വായിച്ച സമയത്ത് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പൊ ഇതില് പറയുന്നു ഇത് രാധയാണെന്ന് പറയുന്നു. ആദ്യത്തെ 3 ഗോപസ്ത്രീകളുടെ പേര് യഥാക്രമം പറയാം. ചന്ദ്രാവലി, ശ്യാമള, ശൈബ്യ. ഈ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഗോപസ്ത്രീ രാധ. അപ്പൊ രാധയാണ് കണ്ണനോട് പരിഭവം കാണിക്കുന്നത്. അപ്പൊ പരിഭവം കാണിക്കാൻ കുറച്ചും കൂടി അടുപ്പ കൂടുതലുണ്ട് അല്ലെ. നമുക്ക് സ്നേഹമുള്ളവരോടല്ലേ നമ്മൾ പരിഭവം കാണിക്കുള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഒരു ഗോപസ്ത്രീ തനിച്ചെന്നെ ഈ കാട്ടില് ഏകാന്തയാക്കി പോയില്ലേ, അങ്ങ് ഒട്ടും കരുണയില്ലാത്തവനാണ് എന്നിങ്ങനെ ആ ഗോപസ്ത്രീ പരിഭവിച്ചു. എന്നെ തനിച്ചാക്കി പോയതല്ലേ, ഇനി എന്നോട് മിണ്ടാൻ വരണ്ട, ആരാണ് വന്ന് സ്പർശിക്കുന്നത് നോക്കട്ടെ, ഒരു ഗോപസ്ത്രീയും നീ വന്ന് സ്പർശിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഭഗവാനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു എന്നുള്ളതാ പറയുന്നത്. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലാം. इति मुदाकुलैर्वल्लवीजनैः सममुपागतो यामुने तटे मृदुकुचाम्बरैः कल्पितासने कुसृणभासुरे पर्यशोभता इति मुदाकुलैर्वल्लवीजनैः सममुपागतो यामुने तटे मृदुकुचाम्बरैः कल्पितासने കുസൃണഭാസുരേ പര്യശോഭത. 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഇപ്രകാരം സന്തോഷം കൊണ്ട് പരവശരായിട്ടുള്ള സ്ത്രീകളുടെ കൂടെ ഭഗവാൻ യമുനയുടെ തീരത്ത് എത്തിച്ചേർന്നു. സന്തോഷം കൊണ്ട് പരവശരായി എന്ന് പറയുമ്പോൾ സന്തോഷം കൊണ്ട് ദുഃഖിതരുമായവരുണ്ട്. രാധയ്ക്ക് സന്തോഷമാണ് ഭഗവാൻ വന്നത്, പക്ഷെ വന്നപ്പോ പരിഭവമാണ് ആദ്യം മുന്നിലേക്ക് വന്നത്. അപ്പോ അങ്ങനെ സന്തോഷം കൊണ്ട് പരവശരായിട്ടുള്ള ഈ ഗോപസ്ത്രീകളെ കൊണ്ട് ഭഗവാൻ യമുനയുടെ തീരത്തെത്തി. അപ്പോൾ അവര് തങ്ങളുടെ മാറ് മറയ്ക്കുന്ന വസ്ത്രം എടുത്തിട്ട്, അത് വളരെ മൃദുവാണ് എന്ന് ഭക്തരിപ്പാട് പറയുന്നുണ്ട്, ആ ശോഭിക്കുന്ന വസ്ത്രം
കൊണ്ട് ഭഗവാന് ഇരിപ്പിടമുണ്ടാക്കിയവര്. എല്ലാ ഗോപസ്ത്രീകളും അവരുടെ മാറുമറയ്ക്കുന്ന വസ്ത്രം കൊണ്ട് ഭഗവാന് ഇരിപ്പിടമൊരുക്കി ഭഗവാൻ അവരുടെ കൂടെ യമുനാ തീരത്ത് അവരുടെ ആ പട്ടുവസ്ത്രം കൊണ്ടുണ്ടാക്കിയ മെത്തയില് ഇരുന്നു എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഇപ്രകാരം സന്തോഷം കൊണ്ട് പരവശരായിട്ടുള്ള ഗോപസ്ത്രീകളുടെ ഒപ്പം ഭഗവാൻ യമുനയുടെ തീരത്ത് എത്തിച്ചേർന്നു. അവർ തങ്ങളുടെ മാറുമറയ്ക്കാൻ ഉപയോഗിക്കുന്ന തുണി, ആ വസ്ത്രം കൊണ്ട് അവർക്ക് ഭഗവാന് ഇരിപ്പിടം ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ഭഗവാൻ അവരോടൊപ്പം അവരുണ്ടാക്കിയ ഇരിപ്പിടത്തില് ഇരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം ചൊല്ലാം. കദിവിദാ കൃപാകേപി സർവതോ ധൃതധയോദയാ കേചിദാശ്രിതേ കതിചിദീദൃശാ മാദൃശേഷ്വപീത്യഭിഹിതോ ഭവാൻ വല്ലഭീജനൈ കദിവിദാ കൃപാകേപി സർവതോ ധൃതധയോദയാ കേചിദാശ്രിതേ കതിചിദീദൃശാ മാദൃശേഷ്വപീത്യഭിഹിതോ ഭവാൻ വല്ലഭീജനൈ. 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ ഗോപസ്ത്രീകളുടെ കൂടെ ഭഗവാൻ ഇരുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇരുന്നിട്ട് ആ ഗോപസ്ത്രീകള് തങ്ങളുടെ പരിഭവമാണ് ഭഗവാനോട് പറഞ്ഞത്. എന്താ പറഞ്ഞെന്നറിയാമോ? ദയ പലതരത്തിലുണ്ട്. ചിലവർക്ക് എല്ലാവരോടും ദയ ഉണ്ടാവും. ചിലവർക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് മാത്രം ദയ ഉണ്ടാവും. എന്നാൽ ചിലർക്ക് തങ്ങളെ പോലെ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി ഉള്ളവരിൽ പോലും അങ്ങേ പോലെ ദയ ഉണ്ടാവില്ല, ദയാഹീനനായിരിക്കും എന്നിങ്ങനെ ആ ഗോപസ്ത്രീകള് ഭഗവാനോട് പറഞ്ഞു. അതായത് ഗോപസ്ത്രീകള് പറയുന്ന ദയ ചിലവർക്ക് എല്ലാവരോടും ഉണ്ടാവും, ചിലർക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് ദയ ഉണ്ടാവും. എന്നാൽ ഭഗവാന് ഇത്രയും ഭക്തി ഞങ്ങൾ കൊണ്ട് നടന്നിട്ട് പോലും ഞങ്ങളോട് ദയയില്ലാതെ ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറി നിന്നില്ലേ എന്ന് ആ ഗോപസ്ത്രീകളെ പരിഭവം പറഞ്ഞു ഭഗവാനോട് എന്നുള്ളതാണ് 7ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അതായത് അവരിങ്ങനെ യമുനയുടെ തീരത്തൊക്കെ വന്നിരുന്നു. കുറേ നേരം കാണാതിരുന്നിട്ട് കണ്ടപ്പോ ആദ്യം പോയിട്ട്, അങ്ങനെ തന്നെയാണല്ലോ നമ്മള് കുറേ നേരം കാണാണ്ടിരിക്കുമ്പോ ആദ്യം പോയിട്ട് ഒന്ന് കെട്ടിപ്പിടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ദേഷ്യവും ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യും. എത്ര നേരം നിന്നതിന്റെയും മനസ്സില് നമ്മള് കടന്നു പോയിട്ടുള്ള ആ ടെൻഷൻസും ഒക്കെ പിന്നെയാണ് നമ്മൾ പറയല്ലേ. ആദ്യം ഓൺ ദ സ്പോട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ റിയാക്ഷൻസ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ 7ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ആ ഗോപസ്ത്രീകള് ഭഗവാനോട് പറഞ്ഞ വാക്കുകളാണ് പറയുന്നത്. ചിലർക്ക് ദയ പലതരത്തിലുണ്ട്. ചിലർക്ക് എല്ലാവരോടും ദയ ഉണ്ടാവും. ചിലർക്ക് തങ്ങളെ ആശ്രയിക്കുന്നവരോട് മാത്രം ദയ ഉണ്ടാവും. എന്നാൽ ചിലർക്ക് അങ്ങേ പോലെ ഭക്തിയുള്ളവരോട് പോലും ദയ ഉണ്ടാവില്ല എന്ന് ഗോപസ്ത്രീകൾ പറഞ്ഞു. ഇനി നമുക്ക് 8ാമത്തെ ശ്ലോകം ചൊല്ലാം. അയി കുമാരികാ നൈവ ശങ്ക്യതാം കഠിനതാമയി പ്രേമ കാതരേ മയി തു ചേതസോ വോനുവൃത്തയേ ഹൃദമിദം മയേത്യൂചിവാൻ ഭവാൻ. അയി കുമാരികാ നൈവ ശങ്ക്യതാം കഠിനതാമയി പ്രേമ കാതരേ മയി തു ചേതസോ വോനുവൃത്തയേ ഹൃദമിദം മയേത്യൂചിവാൻ ഭവാൻ. പരിഭവം പറഞ്ഞ ഗോപസ്ത്രീകൾക്കുള്ള മറുപടി ഭഗവാൻ 8ാമത്തെ ശ്ലോകത്തിൽ കൊടുക്കാണ്. 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് പറയുന്നത്. അതെന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ പ്രേമത്തിന് എന്തെങ്കിലും ഭംഗം വരുമോ എന്ന് ആശങ്കപ്പെടുന്ന ആളാണ് ഞാൻ. അതായത് ഗോപസ്ത്രീകൾക്ക് ഭഗവാനോട് സ്നേഹം ഉണ്ടല്ലേ. അപ്പൊ ആ സ്നേഹത്തിന്, ആ പ്രേമത്തിന് എന്തെങ്കിലും ഭംഗം വരുമോ എന്ന് എപ്പോഴും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ആ എന്നില് നിങ്ങൾ ഒരിക്കലും നിർദ്ധയത്വം എന്നുള്ളത് പറയരുതേ. ഞാൻ നിർദ്ധയനാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുതേ എന്ന് പറയണം. ഭഗവാൻ മനോഹരായിട്ട് സംസാരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്നോടുള്ള പ്രേമത്തിന് ഭംഗം വരും എന്ന് പേടിക്കുന്ന ആളാണ് ഞാൻ. ആ എന്നോട് ഞാൻ ദയയില്ലാത്തവനാണെന്നൊന്നും പറയരുതേ എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ പറയുന്നു ഭഗവാൻ അവരോട്, നിങ്ങൾക്ക് എന്നോടുള്ള, നിങ്ങളുടെ മനസ്സിൽ എന്നോടുള്ള പ്രണയഭാവത്തിന്, ഭക്തിഭാവത്തിന്
ഒരിക്കലും ഒരു തടസ്സം ഉണ്ടാവരുത് എന്ന് കരുതിയാണ് ഞാൻ അല്പനേരം നിങ്ങളിൽ നിന്നും മാറി നിന്നത്. അത് ഇടമുറിയാതെ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും മാറി നിന്നത്. എന്നില് തന്നെ നിങ്ങൾക്ക് ഇടമുറിയാത്ത ഭക്തിഭാവം നിലനിൽക്കണം എന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ മാറി നിന്നത്. എന്നിൽ തന്നെ നിങ്ങളുടെ മനസ്സ് ഉറച്ചു നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അല്പസമയത്തേക്ക് മാറി നിന്നത്. അതായത് ഭഗവാൻ പറയുന്നത് അത്രയേ ഉള്ളൂ. നമുക്കും ഭഗവാനോടുള്ള ഭക്തി ഏറ്റക്കുറച്ചിലുകള് ഉണ്ടാവാൻ പാടില്ല. അല്ലെ? നമുക്ക് ഭഗവാനില് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെന്ന് പറയുമ്പോ ഒരിക്കലും അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇടമുറിയാത്ത ഭക്തി ഉണ്ടാവണമെങ്കിൽ അല്പനേരം ഒന്ന് മാറി നിൽക്കണം. മാറി നിന്നാൽ എന്താണെന്ന് മനസ്സിലായി. ഇനി ഒരിക്കലും അവർ മാറി നിൽക്കുന്ന കാര്യം ചിന്തിക്കില്ല. അപ്പൊ ഭഗവാനെ ഒരിക്കലും ഇനി അവർക്ക് മനസ്സിന്ന് എടുത്ത് കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ 8ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാൻ ഗോപസ്ത്രീകളോട് പറയുന്ന മറുപടിയാണ് 8ാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് വിവരിക്കുന്നത്. ഭഗവാൻ ഗോപസ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രണയഭംഗം വരുമോ എന്ന് ആശങ്കപ്പെടുന്ന ആളാണ് ഞാൻ. എന്നിൽ നിങ്ങൾ നിർഭയത്വം എന്ന് പറയരുതേ. നിങ്ങൾക്ക് എന്നിൽ തന്നെ ഭക്തിഭാവം എന്നും ഇതുപോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടിയാണ് ഞാൻ അല്പസമയത്തേക്ക് മാറി നിന്നത് എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. അയി നിശമ്യതാം ജീവവല്ലഭ പ്രിയതമോ ജനോ നേദൃശോ മമ തദിഹ രമ്യതാം രമ്യയാമിനീഷ്വനുപരോധമിത്യാലപോ വിഭോ. അയി നിശമ്യതാം ജീവവല്ലഭ പ്രിയതമോ ജനോ നേദൃശോ മമ തദിഹ രമ്യതാം രമ്യയാമിനീഷ്വനുപരോധമിത്യാലപോ വിഭോ. 9ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ ഗോപസ്ത്രീകളോട് പറയാണ്, അല്ലയോ ജീവന് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പോലെ എനിക്ക് ഇഷ്ടമുള്ളവര് ഇവിടെ വേറെ ആരുമില്ല. എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും ആശങ്ക കൂടാതെ മധുരമായിട്ടുള്ള രാത്രികളില് ഈ യമുനാ തീരത്ത് തടസ്സം കൂടാതെ രമിച്ചാലും എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു. അതായത് രാസക്രീഡ നടത്താൻ ഭഗവാൻ അവരെ വിളിക്കുകയാണ്. 69ാമത്തെ ദശകം രാസക്രീഡയാണ്. അത് ചൊല്ലാൻ വളരെ സുഖമുള്ള ദശകമാണ്. നല്ലൊരു ഈണാണ് ആ ദശകത്തിന് കേട്ടോ. ഇത് കഴിഞ്ഞ 68ാമത്തെ കഴിഞ്ഞ 69 രാസക്രീഡയാണ്. ഗോപസ്ത്രീകളോടൊപ്പം ഭഗവാൻ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നതും പാട്ടുപാടുന്നതും ഒക്കെയാണ് രാസക്രീഡയിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. ഭഗവാൻ അവരോട് ഭഗവാന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് വാക്കുകൾ കൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്. ജീവന് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പോലെ പ്രിയപ്പെട്ടവർ എനിക്ക് വേറെ ആരുമില്ല. അതുകൊണ്ട് നിങ്ങള് തടസ്സം കൂടാതെ മനോഹരമായിട്ടുള്ള രാത്രികളിൽ ഈ യമുനാ തീരത്ത് തടസ്സം കൂടാതെ രമിച്ചാലും എന്ന് പ്രഭു അങ്ങ് അവരോട് പറഞ്ഞു എന്ന് ഭട്ടതിരിപ്പാട് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ഇനി ഈ ദശകത്തിലെ അവസാനത്തെ ശ്ലോകം 10ാമത്തെ ശ്ലോകം ചൊല്ലാം. ഇതി ഗിരാതികം മോധമേധുരൈർവ്രജവധൂജനൈ സാകമാരമൻ കലിത കൗതുകോ രാസഖേലനെ ഗുരുപുരീപതേ പാഹി മാം ഗതാത്. ഇതി ഗിരാതികം മോധമേധുരൈർവ്രജവധൂജനൈ സാകമാരമൻ കലിത കൗതുകോ രാസഖേലനെ ഗുരുപുരീപതേ പാഹി മാം ഗതാത്. ഭഗവാന്റെ ഇപ്രകാരത്തിലുള്ള വാക്കുകൾ കേട്ടപ്പോൾ ആ ഗോപ വനിതകൾക്ക് അത്യധികമായിട്ടുള്ള സന്തോഷം ഉണ്ടായി എന്നാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അല്ലെ? ഭഗവാൻ അവരോട് പറഞ്ഞു, ആദ്യം മാറി നിന്നു, പിന്നെ പിന്നെ വന്നപ്പോ ഗോപസ്ത്രീകൾ അവരുടെ സ്നേഹം പ്രകടിപ്പിച്ചു, പിന്നെ പരിഭവം പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നിൽ ഒരിക്കലും നിങ്ങൾ നിർഭയത്വം കാണരുത്, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല, എനിക്ക് നിങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും, എനിക്ക് നിങ്ങളോട് അത്രയും സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് തടസ്സം കൂടാതെ രമിച്ചാലും എന്ന്
ഭഗവാൻ അവരോട് പറയാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഗോപസ്ത്രീകൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിയായിട്ടുള്ള സന്തോഷം ഉണ്ടായി. എന്നിട്ട് ഭഗവാന്റെ കൂടെ രമിച്ചു എന്നാ പറയുന്നത്. ആ രാസക്രീഡ 69ാമത്തെ ദശകത്തിലാണ് വിവരിക്കുന്നത്. അപ്പോൾ അത് ആനന്ദ നൃത്താണ്. ഗോപസ്ത്രീകളും ഭഗവാനും കൂടിയുള്ള ആനന്ദ നൃത്താണ് അത്. അപ്പോ അത് അടുത്ത ദശകത്തിലാണ്. അപ്പൊ അങ്ങനെ രാസക്രീഡയിൽ സന്തോഷമുള്ളവനായിരിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ എന്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 68ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അവസാന ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ഇപ്രകാരമുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് ആ ഗോപസ്ത്രീകൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി. എന്നിട്ട് ഭഗവാന്റെ കൂടെ രാസക്രീഡയിൽ അവർ ഏർപ്പെട്ടു എന്നുള്ളതാണ് വിവരിക്കുന്നത്. രാസക്രീഡയിൽ സന്തോഷമുള്ളവനായിരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങ് എന്നെ എന്റെ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് 68ാമത്തെ ദശകം ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഈ രാസക്രീഡ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ അമ്മമ്മ പറഞ്ഞു തന്നൊരു കാര്യമാണ് ഓർമ്മ വരുന്നത്. അതായത് അന്ന് ഇതിനെക്കുറിച്ച് ഇങ്ങനെ എനിക്ക് പറഞ്ഞു തരുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ഈ ഗോപസ്ത്രീകളൊക്കെ നൃത്തം ചെയ്യാണ് ഭഗവാന്റെ കൂടെ. അങ്ങനെ നൃത്തം ചെയ്യുമ്പോ ഇവര് വിചാരിക്കുന്നത് എന്റെ കൂടെയാണ് ഭഗവാൻ. അതായത് അവരുടെ കൂടെ കണ്ണൻ നൃത്തം ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെയാണ് ഭഗവാൻ എന്ന് വിചാരിക്കുകയാണ്. അപ്പുറത്തുള്ളൊരു ഗോപസ്ത്രീ അവരും പറയാണ് എന്റെ കൂടെയാണ് ഭഗവാൻ. അവരും വിചാരിക്കുകയാണ് യഥാർത്ഥത്തില് എല്ലാവരുടെ കൂടെയും ഭഗവാൻ ഉണ്ട്. അത് ആ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെ. ഒരേ സമയം എല്ലാവരുടെ കൂടെ. എന്നാ ഓരോരുത്തരും അഹങ്കരിക്കണോ, നിന്റെ കൂടെ ഇല്ലല്ലോ, എന്റെ കൂടെയാണ് കണ്ണൻ നൃത്തം ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവരുടെ കൂടെയും ഭഗവാൻ ഉണ്ട്. അപ്പോ ആകാശത്ത് നിന്ന് ഇങ്ങനെ ദേവന്മാരും ഇവരൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കറുത്ത മുത്ത്, ഒരു വെളുത്ത മുത്ത്, ഒരു കറുത്ത മുത്ത്, ഒരു വെളുത്ത മുത്ത്, അങ്ങനെയാണ് കാണുന്നത്. അതായത് ഭഗവാൻ കറുപ്പ് എന്നുള്ളതല്ല, ആ ഒരു കാർമേഘവർണ്ണൻ, ഒരു നീല നിറം കലർന്ന നിറാണ്. പക്ഷെ പറഞ്ഞു തരുമ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നു കാർമേഘവർണ്ണൻ എന്നും പറയുമല്ലോ. അപ്പൊ കറുത്ത മുത്ത്, വെളുത്ത മുത്ത്, അങ്ങനെ ഒരു കറുപ്പ് മുത്ത്, വെളുത്ത മുത്ത്, കറുപ്പ് മുത്ത്, വെളുത്ത മുത്ത്, അങ്ങനെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് വട്ടത്തിൽ നൃത്തം ചെയ്യുന്നത് പോലെ, അങ്ങനെ ഒരു മാല പോലെ ആകാശത്ത് നിന്ന് നോക്കുമ്പോ കണ്ടിരുന്നു എന്ന് അമ്മമ്മ പറഞ്ഞു തന്ന കാര്യം എനിക്ക് ഓർമ്മ വന്നതാണ്. അതിനോട് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. തവ വിലോകനാത് ഗോപികാ ജന പ്രമദ സങ്കുല പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുത ഇവ സ്തിമിതതാം ദതുസ്ത്വത്പുരോഗതാ തദനു കാചന ത്വത്കരാംബുജം സപദി ഗൃഹ്ണതി നിർവിശങ്കിത ഘനപയോദരേ സന്നിധായ സ പുളക സംവൃതാ തസ്തുഷീചിരം തവ വിഭോ പരാകോമളം ഭുജം നിജകളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതീവാദിഹർഷുല അപഗതത്രപാകാപി കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹയ്യ തദ്വക്ത്രപങ്കജേ നിദധതി ഗദാ പൂർണകാമതാം വികരുണോ വനെ സംവിഹായ മാമഭഗതോऽസി ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സചലലോചനം വീക്ഷിതോ ഭവാൻ ഇതി മുദാകുലൈർവല്ലവീ ജനൈ സമമുപാഗതോ യാമുനേ തടേ മൃദുകുജാംബരൈ കൽപിതാസനെ കുസൃണഭാസുരേ പര്യശോഭതാ കദിവിതാ കൃപാ കേപി സർവതോ ധൃതധയോദയാ കേചിദാശ്രിതേ
कतिचिदीदृशा मादृशेष्वपीत्यभिहितो भवान् वल्लवीजनै अयि कुमारिका नैव शङ्क्यतां कठिनता मयि प्रेम कातरे मयि तु चेतसो वो नुवृत्तये कृतमिदं मयेत्युचिवान् भवान् अयि निशम्यतां जीववल्लभ प्रियतमो जनो नेदृशो मम तदिह रम्यतां रम्ययामिनीष्वनुपरोधमित्यालपो विभो इति गिरातिकं मोदमेधुरैर्व्रजवधूजनैः साकमारमन् कलितकौतुको रासखेलने गुरुपुरीपते पाहि मां गदात् सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ ഇതുപോലെ തന്നെ കാണണം. ഈ വീഡിയോസ് ഒക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റുകളിൽ അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് 69ാമത്തെ ദശകം രാസക്രീഡയുമായിട്ട് വരാം. അതുവരെ ഹരിയോ.